ഹരി ഓം ശ്രീമന്നാരായണീയം ദശകം 15 കപിലോപദേശം ശ്ലോകം 3 പ്രകൃതിഗതഗുണൗഖൈർനാജ്യതേ പൂരുഷോയം യദിതു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനുഭജന തത്വാലോചനൈ സാപ്യപേയാത് കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദീഹി. ഈ പുരുഷനിൽ ജീവനിൽ പ്രകൃതിയുടെ ജനന മരണാദി ധർമ്മങ്ങളൊന്നും ഇഴുകിപ്പിടിക്കുന്നില്ല. ആ പ്രകൃതിയുടെ നേർക്ക് പുരുഷൻ ആസക്തി കാണിക്കുന്നുവെങ്കിലോ പ്രകൃതി ധർമ്മങ്ങൾ ആ പുരുഷനെ പ്രാപിച്ചേക്കും. ഭഗവാനെ ഭജിക്കുക, ഭഗവാന്റെ തത്വം ആലോചിച്ചറിയുക എന്നിവ കൊണ്ട് ആ പ്രകൃതിയും ഒഴിഞ്ഞുമാറും. ഇപ്രകാരം കപിലസ്വരൂപനായ നിന്തിരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു. 25-ാമത്തേതായി പറഞ്ഞ തത്വമായ പുരുഷന് പ്രകൃതിക്കുള്ള സത്വരജസ് തമസുകളോ ജനന മരണങ്ങളോ സുഖ ദുഃഖാദികളോ ആയ ധർമ്മങ്ങളൊന്നും ഇല്ല. പ്രകൃതിയിൽ ആസക്തി ഉണ്ടെന്ന് വന്നാൽ ഭ്രമം മൂലം പ്രകൃതി ധർമ്മങ്ങളെല്ലാം തൻ്റെ ധർമ്മങ്ങളാണെന്ന് പുരുഷന് തോന്നും. ഈശ്വര ഭജനം കൊണ്ടും പ്രകൃതി തത്വങ്ങളിൽ നിന്ന് പൃഥക്ഭൂതനാണ് പുരുഷൻ എന്നുള്ള വിവേകം കൊണ്ടും പ്രകൃതി മായ പുരുഷനെ വിട്ടുമാറുന്നു. പുരുഷൻ പ്രകൃതിയെ അങ്ങോട്ട് പിടിച്ചാൽ പ്രകൃതി പുരുഷനെ ഇങ്ങോട്ട് പിടിക്കും. അങ്ങോട്ട് ആസക്തി കാണിക്കാതെ ഈശ്വരനിൽ മാത്രമേ ആസക്തി കാണിച്ചുള്ളൂ എങ്കിൽ പ്രകൃതി ബന്ധം വേർപെടും എന്നർത്ഥം. ഭഗവാനും താനും ഒന്നാണെന്നുള്ള ഭാവനയിൽ ഭഗവാൻ എന്ന് പറയേണ്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം കപില ഭഗവാൻ ഞാൻ എന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈശ്വര ഭജനം കൊണ്ട് മായ വിട്ടുമാറുമെന്ന് പറഞ്ഞുവല്ലോ. അഷ്ടാംഗ യോഗ പ്രകാരമുള്ള ഈശ്വര ഭജനം എങ്ങനെയാണെന്ന് അടുത്ത ശ്ലോകത്തിലൂടെ പറയുന്നു.